നിങ്ങൾക്കറിയോ എന്റെ ഉപ്പ ഞങ്ങൾ 5 മക്കളാ, ഞങ്ങൾക്ക് 5 മക്കൾക്കും ഉപ്പയുടെ കൂടെ അമ്മയുടെ കൂടെ ജീവിച്ച് പൂതി തീർന്നിട്ടില്ല എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ തിരിച്ചു ഞങ്ങളുടെ ഉപ്പക്ക് ഞങ്ങളുടെ കൂടെ ജീവിച്ചിട്ടും പൂതി തീർന്നിട്ടില്ലായിരുന്നു. ഉപ്പ മക്കളെ കുറിച്ച് വളരെ അഭിമാനിയായിരുന്ന, സന്തോഷത്തോടുകൂടി ഞങ്ങളെ കുറിച്ച് പറയുന്ന ഉപ്പയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ ഉപ്പ എന്ന് പറഞ്ഞാൽ അഹങ്കാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്റെ അനിയത്തി ആദ്യമായിട്ട് എന്നോട് അതാ പറഞ്ഞു, ഉപ്പ മരിച്ചു കിടക്കുന്ന കുഞ്ഞാത്തെ നമ്മളെ ഉപ്പ അഹങ്കാരായിരുന്നില്ലേ. ഞങ്ങളെപ്പനെ പോലെ ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ, റിട്ടയർമെന്റ് കഴിഞ്ഞ് 3 മാസമേ ജീവിച്ചിട്ടുള്ളൂ കൂടെ. രാവിലെ എൻ്റെ അടുത്ത് കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ വന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. ഉപ്പക്ക് എത്ര സമയം വേണം അത്ര സമയം ഞാനും വർത്താനം പറഞ്ഞു. എനിക്ക് എത്ര വിവരങ്ങൾ അങ്ങനെ കിട്ടിയെന്ന് അറിയാം. വലിയ GK ഒന്നും ആയിക്കൊള്ളുന്നില്ല, ജീവിതങ്ങളാ ഉപ്പ പറയാ. ആ ജീവിതങ്ങളൊക്കെയാണ് നമ്മളെങ്ങനെ ബർക്കത്തിങ്ങനെ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ആ കഥകളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ പഴയ കാല കഥകളും കൂട്ടുകാരുടെയും അവരുടെയൊക്കെ പഴയ കാലത്തെ പ്രയാസങ്ങളും ദുരിതങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളും ചെയ്യാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ഉപ്പ വന്ന എനിക്കറിയാം അന്നത്തെ എൻ്റെ ബാക്കി സമയം കുറെ പണികളൊക്കെ കുറെ അവിടെ കിടക്കുന്നുള്ളത്. അപ്പോ ഉപ്പക്ക് വേണ്ടിയിട്ട് ഞാൻ ആ പണികളൊക്കെ നാളെ ചെയ്താലും മതിയല്ലോ. അങ്ങനെ കുറേ സമയം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ചായ കുടിച്ച് സന്തോഷത്തോടെ പോകുമ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ ഉമ്മക്ക് പറയും, ആ മുസ്ലിം ഉപ്പ വന്നാ പിന്നെ ഇനിയിപ്പോ വല്ലാതെ ഓളങ്ങോട്ട് കിട്ടൂല. പോണത് വരെ ഞാൻ പിന്നെ ഓരോ ഉപ്പന്റെ കൂടെ തന്നെ ആയിരിക്കും. പിന്നെ സിറ്റ് ഔട്ട് പോയി പിന്നെയും പറയും. സ്റ്റെപ്പ് മേലെ ഇറങ്ങുമ്പോ പിന്നെ ഞാനും ഉണ്ടാവും സ്റ്റെപ്പ് മേലെ ഇറങ്ങി. പിന്നെ ബൈക്ക് കയറുമ്പോ ആ ഹാൻഡിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ പോയി ഇങ്ങനെ കണ്ണ് പറയുന്നത് വരെ നോക്കി നിന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടാ പോവാ. അങ്ങനെ അവിടെ പോയി ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോ വീണ്ടും വീഡിയോ കോള്, ഗ്രൂപ്പ് വീഡിയോ കോള്.